അനുദിനമന്ന. നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം ഒരു പുതിയ ജീവിതം. എ ന്യൂ ലൈഫ്. വായനയ്ക്കുള്ള ഭാഗം സങ്കീർത്തനങ്ങൾ അധ്യായം 107. അധ്യായം 107 19-20 വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തെ താറുമാറാക്കിയവർക്ക് ഈ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നു. മുൻകാല തെറ്റുകളുടെയും മോശം തിരഞ്ഞെടുപ്പുകളുടെയും അടിസ്ഥാനത്തിൽ മതിപ്പുളവാക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ സൗജന്യ പാപമോചനം സ്വീകരിക്കുന്നതിലൂടെ ആർക്കും പുതിയ ജീവിതം ആരംഭിക്കാനും ഭൂതകാലത്തെ ഉപേക്ഷിക്കാനും കഴിയും. ദൈവത്തിന് സ്തോത്രം. മീഖ 7-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോടെ അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമാനനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. ഓ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം അവനിലേക്ക് തിരിയുകയും നമ്മുടെ പാപം അംഗീകരിക്കുകയും അവൻ്റെ വഴികൾ പിന്തുടരുകയും ചെയ്യുമ്പോൾ ദൈവം സന്തോഷത്തോടെ ക്ഷമിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തെറ്റു ചെയ്യുകയോ തെറ്റായ തീരുമാനങ്ങളുടെ ഭാരം ചുമക്കുകയോ ചെയ്യുന്ന നമ്മളിൽ എന്ത് പ്രതീക്ഷയുള്ള വാക്കുകൾ! ഓ ദൈവമേ സ്തോത്രം! എത്ര പ്രതീക്ഷയുള്ള വാക്കുകൾ! എത്ര സമാധാനമുള്ള മനോഹരമായ വാക്കുകൾ! സ്വതന്ത്രമായി ക്ഷമിക്കുന്ന നമ്മുടെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് സ്വതന്ത്രമായി വരാം. സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാം. യേശുവിൽ ഒരു പുതിയ ജീവിതം എന്നെയും നിന്നെയും കാത്തിരിക്കുന്നു. ഓ സ്തോത്രം! എത്ര മനോഹരമായ വാക്ക്! എൻ്റെ ദൈവമേ സ്തോത്രം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഓ സ്തോത്രം! എല്ലാം പുതുതായിരിക്കുന്നു. സകല പാപങ്ങളും ദൈവം മോചിച്ചു തന്നിരിക്കുന്നു. അതിനാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ആസക്തികളെ തകർക്കാനും വേദനാജനകമായ ഓർമ്മകൾ സുഖപ്പെടുത്താനും തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും കഴിയും. നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ നാം യേശുവിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവൻ നമുക്ക് ഉത്തരം നൽകും. ഉറപ്പായിട്ടവൻ ഉത്തരം നൽകും. അവൻ്റെ സ്നേഹം തനിക്കെതിരെ പ്രവർത്തിച്ചവരിൽ പോലും ഒഴുകുന്നു. ശത്രുക്കളുടെ മേലും അവൻ്റെ സ്നേഹം ഒഴുകുന്നു. മനുഷ്യരാശിയോടുള്ള അവൻ്റെ സ്നേഹം അളവില്ലാത്തതാണ്. കവിഞ്ഞൊഴുകുന്ന നദി പോലെ, ഒരിക്കലും പറ്റാത്ത നദി പോലെ. ഹല്ലേലൂയ! അത്ര മനോഹരമായി കർത്താവിൻ്റെ സ്നേഹം ഒഴുകുന്നു നമ്മളിലേക്ക്. കരുണയ്ക്കായി അവനെ വിളിക്കുന്നവർക്കായി ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ കാത്തിരിക്കുന്നു. റോമർ 8-ാം അധ്യായം 35, 38, 39 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഓ സ്തോത്രം! ദൈവത്തിൻ്റെ ഉറപ്പായ വാഗ്ദാനം! എത്ര ശക്തമായ വാഗ്ദാനം! എല്ലാ സൃഷ്ടികളിലും ക്രിസ്തുയേശുവിനോടൊപ്പമുള്ള നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിയ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ
ഒരു ശക്തിക്കും കഴിയില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് ധൈര്യത്തോടെ ഈ വചനങ്ങളിൽ കൂടി നമ്മോട് പ്രഖ്യാപിക്കുന്നത്. ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുക ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഒരു ശക്തിയുടെയും അടിമയല്ല നമ്മൾ. ദൈവത്തിൽ ആശ്രയിക്കുക. ഈ ദിവസം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. സകല ഭാവങ്ങളും കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവം നിങ്ങളുടെ സകല ഭാവങ്ങളും മോചിച്ചു തരും. ഹല്ലേലൂയ. ഒരു പുതുജീവൻ പ്രാപിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. സകല പാപങ്ങളും പോക്കുന്ന ശക്തിയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഈ ദിവസം ദൈവം നാം എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പോക്കി ശുദ്ധരാക്കി നമുക്ക് പുതുജീവൻ നൽകി കർത്താവെ നമ്മുടെ സകല രോഗങ്ങൾക്കും വിടുതൽ നൽകി ഒരു പുതിയ ജീവൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവെ കൃപ കൊണ്ട് നിറയ്ക്കണമേ, ശക്തീകരിക്കണേ. കർത്താവെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ. ആത്മാവിൽ ശുദ്ധിയോടെ ജീവിപ്പാൻ, ആത്മനൈർമല്യം നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായി എന്നിൽ